ഹലോ ഗൈസ്, അപ്പോൾ റൂമൊക്കെ ഒന്ന് കൊട്ടിപ്പിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൻ ഉറങ്ങുന്നുണ്ടായിരുന്നു ഇതുവരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ എണീച്ചതിന് ശേഷം അവന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ കർട്ടനൊക്കെ ഓപ്പൺ ചെയ്തു, ജനലൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. പിന്നെ ബെഡൊക്കെ പിരിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ മോൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അവന് ഇപ്പോൾ ടൈറ്റാകുന്നത്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തിട്ട് അവനിപ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് മാത്രം ഒന്ന് ആ ബാസ്ക്കറ്റിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ അവനാവാത്ത ഡ്രസ്സാണ്. ഞാനധികം മടുക്കുന്നില്ല, ഇങ്ങനെ അട്ടി വെച്ചിട്ട് ഒരു കവറിലിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവാത്ത ഡ്രസ്സ് അതിങ്ങനെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ വേസ്റ്റ് എടുക്കാൻ വരുന്നുണ്ട്, അവർക്ക് കൊടുക്കാൻ വിചാരിച്ചു. ബാക്കിയുള്ള ഡ്രസ്സ് അവനാകുന്ന കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ അവൻ്റെ ബാസ്ക്കറ്റിൽ വെച്ച് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡൊക്കെ ഒന്ന് കൊട്ടിപ്പിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞാൽ ഞാൻ കുറേ ഹിന്ദിക്കാർ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്നിങ്ങനെ കൊണ്ടുവരുന്നത്, നമ്മൾ വീടായിട്ട് അങ്ങനെ കൊണ്ടുവരും. അത്യാവശ്യം ഒരു 4 ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ചെണ്ണം പില്ലോ കവറാക്കി, പിന്നെ കുറച്ച് ബെഡ്ഷീറ്റാക്കി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ. എൻ്റെ മോൻ കേട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം കേട്ടോ. അതിൻ്റെ എല്ലാ വീഡിയോയിലുണ്ടോ, ബെഡ് പിരിക്കുമ്പോൾ അതിൻ്റെ മണ്ടിൽ അവനൊന്ന് കയറി നിൽക്കും, കെടുക്കും, ഇതൊക്കെയാണ്. അങ്ങനെ പിന്നെ അതിനൊക്കെ കവർ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു സൈഡ് കണ്ടോ, നമ്മൾ തല വെക്കുന്ന ഭാഗത്ത് ബെഡിൻ്റെ കട്ടിലിൻ്റെ ഒരു തല വെക്കുന്ന സൈഡിൽ അവിടെയാണ് അവൻ്റെ ടോയ്സൊക്കെ വെക്കുന്നത്. അതിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ടാണ് അവൻ അവിടെ നിന്ന് ചെണ്ട കൊട്ടുന്നത്. അങ്ങനെ ബെഡൊക്കെ കൊട്ടി പിരിച്ചു. അപ്പോൾ ഞാൻ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ആ ബെഡ്ഷീറ്റൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് മുകളിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ അതെടുത്തിട്ട് വന്നു, എല്ലാം ഒന്ന് മടക്കി കബോർഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഞാൻ അത്ര 4 ഉണ്ടായിരുന്നു, എല്ലാം 2 കട്ട് ചെയ്തു. പിന്നെ കുറച്ച് ഞാൻ കവറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ണാടീൻ്റെ ആ ഒരു ഡവറില്ലേ, അതിൽ എല്ലാം ചാർജറും അവൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച് പരക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് തുറത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടേക്ക് ഒന്ന് തുറത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ ഒരു കപ്പാട്ട് ഈ കട്ടിലൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ മാതിരി ഒരു വൈറ്റ് കളർ ഒരു ധൂള് മാതിരി പിടിക്കുന്നുണ്ട്. പിന്നെ അത് തുറത്തിയതിന് ശേഷം എൻ്റെ മോൻ്റെ ടോയ്സൊക്കെ ഞാൻ അവൻ്റെ ഒരു ബാഗാണ്, അതിലില്ലാത്ത സാധനം ഒന്നുമില്ല, എൻ്റെ ID കാർഡ് വരെ അതിലുണ്ട്. അതൊക്കെ ഒന്ന് പറക്കി വെച്ചു. അപ്പോൾ റൂം ക്ലീൻ ആയിട്ടുണ്ട്. ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ ഗൈസ്, അപ്പോൾ റൂമൊക്കെ ഒന്ന് കൊട്ടിപ്പിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൻ ഉറങ്ങുന്നുണ്ടായിരുന്നു ഇതുവരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ എണീച്ചതിന് ശേഷം അവന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ കർട്ടനൊക്കെ ഓപ്പൺ ചെയ്തു, ജനലൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. പിന്നെ ബെഡൊക്കെ പിരിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ മോൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അവന് ഇപ്പോൾ ടൈറ്റാകുന്നത്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തിട്ട്